1000 വർഷമായി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഐസ് സുന്ദരിയെ ഈ കോടീശ്വരൻ വാങ്ങി. ഐസ് സുന്ദരി ജീവൻ പ്രാപിച്ച് കോടീശ്വരന്റെ പുറത്തേക്ക് ചാടി. കോടീശ്വരനെ എളുപ്പം വശീകരിക്കാമെന്ന് അവൾ കരുതുന്നു. എന്നാൽ കോടീശ്വരൻ ഒരു കടാര എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവളുടെ രക്തം ആവശ്യപ്പെടുന്നു. ചെറിയ പ്രായത്തിൽ ഈ കോടീശ്വരന് തീയിൽ നിന്ന് ഒരു വിഷം ബാധിക്കുകയും വിഷം കാരണം അസഹനീയമായ വേദന സഹിക്കേണ്ടിയും വരുന്നു. വിഷത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഐസ് സുന്ദരിയെ വാങ്ങിയത്. കോടീശ്വരന്റെ ഉദ്ദേശം അറിഞ്ഞ ശേഷം അവൾ സ്വമേധയാ തന്നെ കൈനീട്ടി കൊടുക്കുന്നു. ഈ സമയം കോടീശ്വരന് വീണ്ടും വിഷബാധ ഏൽക്കുന്നു. അസഹനീയമായ വേദന അയാൾ സഹിക്കേണ്ടി വരുന്നു. ഐസ് സുന്ദരിയോട് അയാൾ രക്തം ആവശ്യപ്പെട്ടു. കടാര കൊണ്ട് അവൾ കൈമുറിക്കാനൊരുങ്ങിയ സമയത്ത് കോടീശ്വരൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. ഉടനടി അയാൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം തോന്നുന്നു. അയാൾ രക്തമെടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. അങ്ങനെ അവളെ തന്റെ പെറ്റാക്കി മാറ്റുന്നു. സുന്ദരിക്ക് ജെന്നിഫർ എന്നൊരു പേരും അയാൾ കൊടുക്കുന്നു. ഇതേസമയം അസിസ്റ്റന്റ് വന്നിട്ട് ആരോ പ്രതികാരത്തിനായി വന്നു എന്ന് അറിയിക്കുന്നു. ഐസ് സുന്ദരിയെ മുറിയിൽ കൊണ്ടിരുത്തിയിട്ട് അയാൾ തിരിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം ജെന്നിഫറിന്റെ കണ്ണുകൾ ഭയാനകമായി. ബെഡ്റൂമിന്റെ കതവ് തുറന്ന് ഒരാൾ തോക്ക് ചൂണ്ടിയും ഒരു സ്ത്രീ ക്ലോറോഫോമും അവളുടെ മേലെ പ്രയോഗിച്ചു. രണ്ടുപേരും സമ്പന്നരാകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേസമയം ഒരു ശക്തി അവരെ അടിച്ചു വീഴ്ത്തി.